അജന്ത എല്ലോറ ട്രിപ്പിൻ്റെ രണ്ടാം പാർട്ടാണ് ഈ വീഡിയോയിലുള്ളത്. രണ്ടാം ദിവസം അതിരാവിലെ തന്നെ ചിത്രദുർഗയിൽ നിന്നും ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇരുവശത്തും കാറ്റാടിപ്പാടങ്ങളും ഫാക്ടറികളും ഉള്ളതുമായ NH52 അതിസുന്ദരമായ റോഡാണ്. ഈ റോഡിനോട് ചേർന്നാണ് തുംഗഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത്. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ചാറ്റൽ മഴയോടുകൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. ഛത്രപതി സാംഭാജിനഗർ നാഗ്പൂർ ഹൈവേ ഡ്രൈവ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രിയോടുകൂടെ ഔറംഗാബാദ് എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ ഛത്രപതി സാംഭാജിനഗറിൽ ഞങ്ങൾ എത്തി. പിറ്റേ ദിവസം രാവിലെ തന്നെ കാഴ്ചകളിലേക്ക് ഇറങ്ങി. ആദ്യം തന്നെ പോയത് ബീബി കാ മക്ബറയിലേക്കായിരുന്നു. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ പുത്രൻ അസം ഷാ തന്റെ അമ്മ ദിർലാസ് ബാനു ബീഗത്തിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് ഈ മക്ബറ. കാലപ്പഴക്കവും പരിപാലനക്കുറവും മൂലം നിറം മങ്ങി തുടങ്ങിയിരിക്കുന്ന ഒരു ഗംഭീര നിർമ്മിതിയാണ് ബീബി കാ മക്ബറ. അതിനുശേഷം നേരെ പോയത് എല്ലോറ ഗുഹാ സമുച്ചയത്തിലേക്കാണ്. വാക്കുകൾക്ക് അതീതമായ അനുഭവമാണ് അവിടെ ഞങ്ങളെ കാത്തിരുന്നത്. ഒരു ഗുഹയിൽ വെച്ച് ഒരു ഗൈഡിന്റെ ബുദ്ധൻ ശരണം ഞങ്ങളെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഓരോ കാഴ്ചയും അത്ഭുതമുളവാക്കുന്ന, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ചരിത്ര നിർമ്മിതിയാണ് എല്ലോറ ഗുഹകൾ. എല്ലോറയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട് അജന്തയിലേക്ക്. മെയിൻ ഗേറ്റിലെത്തിയപ്പോഴേക്കും ഉള്ളിലേക്കുള്ള അവസാന ബസ് സർവീസും കഴിഞ്ഞിരുന്നു. എന്നാൽ അജന്ത വ്യൂ പോയിന്റിൽ നിന്നുമുള്ള ഗുഹയുടെ കാഴ്ചകൾ അവർണ്ണനീയം തന്നെയായിരുന്നു. ഈ കാഴ്ചകളോടെ ഞങ്ങളുടെ 3-ാം ദിന യാത്ര അവസാനിച്ചു.